Que usa cuando quiere. A eso no le doy, 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 Hi everyone, this is Yevin Xavier. Welcome back to Gadgets on Apple Tour, aka GOAT Code. Yes, മലയാളം കോണ്ടന്റിൽ തന്നെ ഓരോ ട്രാവലിംഗ് ഈ പറഞ്ഞ ആപ്പിൾ സ്റ്റോറിൻ്റെ ട്രാവലിംഗ് ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളെ പറ്റിയാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഗാഡ്ജറ്റ്സ് മാത്രമല്ല, കുറേയധികം പ്രൊഡക്റ്റീവായ കമ്പനികളുടെയും അതായത് പ്രൊഡക്റ്റീവായ ഗാഡ്ജറ്റുകളും ഇവിടെ സംസാരിക്കുന്നത്. ഈ ഓരോ ഗാഡ്ജറ്റും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങളൊരു ട്രാവലറോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അങ്ങനത്തെ ഒരു കൂട്ടുകാരനെ ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക, എന്തായാലും ഹെൽപ്ഫുൾ ആവും. ആപ്പിൾ എക്കോസിസ്റ്റവും അതോടൊപ്പം ബാക്കിയുള്ള പ്രൊഡക്റ്റുകളും നിങ്ങളുടെ ട്രാവലിങ്ങിന് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത്. സോ ഇതേപോലെ അടിപൊളി കാര്യം അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് യവൻ സേവിയർ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എവിക്ക. ഒന്നാമത്തെ പ്രോഡക്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ബാക്ക് പാക്കാണ്. ഞാൻ യൂസ് ചെയ്ത് ഒരു 30 ലിറ്ററിൻ്റെ ആൻറ്റി തെഫ്റ്റ് ബാഗാണ്. ഈ പറയുന്ന ആൻറ്റി തെഫ്റ്റ് ബാഗ് എന്താണ് ഉപകാരം എന്ന് വെച്ചാൽ ഒരേ ഒരു സിബാണ് ഈ ഒരു ബാഗിന് നമുക്ക് ലഭിക്കുക. അതും നമ്മുടെ ഈ പറഞ്ഞ മുതുകിൻ്റെ ഭാഗം ചേർന്നുകൊണ്ട് തന്നെ ഈ ബാഗിൻ്റെ സിബ് വരും. സോ ആ ഒരു ബാഗിൻ്റെ സിബ് തുറക്കണമെങ്കിൽ എന്നെ ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ എൻ്റെ മുതുക് മുട്ടാതെയോ അല്ലെങ്കിൽ ഈ ബാഗ് തുറക്കാതെ അല്ലെങ്കിൽ മാറ്റാതെ ഒരിക്കലും ആ ഒരു ബാഗ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കുത്തി കീറി പൊളിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് തെഫ്റ്റോ അതേപോലത്തെ വലിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുള്ള റിസ്ക് നല്ല രീതിക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ട്രാവലിങ്ങോ ബാക്കി കാര്യമുണ്ടെങ്കിൽ ലഗേജ് മാക്സിമം മിനിമൈസ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഈ പറയുന്ന ആൻറ്റി തെഫ്റ്റ് ബാഗാണ് ഞാൻ പ്രിഫർ ചെയ്യുക. രണ്ടാമത്തത് ഈ പറയുന്ന ഗൊറില്ല ട്രൈപോഡാണ്. ഈ ഒരു ട്രൈപോഡ് എനിക്ക് കുറേയധികം യൂസ്ഫുള്ളായി. കാരണം ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇത് ഏത് ആംഗിളിലേക്ക് വേണമെങ്കിലും ഇതേപോലെ നമുക്ക് തിരിച്ച് എവിടെ വേണമെങ്കിലും വെക്കാം. ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഫ്ലൈറ്റിൻ്റെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സൈഡിലോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ പറയുന്ന സീറ്റിൻ്റെ ബാക്കിലൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാം. തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം നമുക്ക് ട്രെയിനിൽ കയറേണ്ട വന്നാൽ ഈ ട്രെയിനിൻ്റെ ഈ പറയുന്ന വിൻഡോയിലോ അല്ലെങ്കിൽ സീറ്റിൻ്റെ സൈഡിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന ഗൊറില്ല ട്രൈപോഡ് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യമാണെങ്കിലും ഈ പറഞ്ഞ ഷൂട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫൂട്ടേജ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അടിപൊളിയായിട്ട് ഈ പറയുന്ന ഗൊറില്ല ട്രൈപോഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ POV ബെൽറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കാര്യമാണ് POV ബെൽറ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി നമുക്കറിയാം ഒരു ഫസ്റ്റ് പേഴ്സൺ വ്യൂ അല്ലെങ്കിൽ ഒരു POV അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ ഷോട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ ക്യാമറ വെക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ക്യാമറ ഇങ്ങനെ പിടിച്ചായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്, യൂഷ്വലി ഇങ്ങനെ. പക്ഷേ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം? എനിക്ക് 2 കൈയും യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കൈ യൂസ് ചെയ്യണം. എൻ്റെ ഈ ഒരു സിംഗിൾ ഹാൻഡിൽ വേണം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാനായിട്ട്. 2 ഹാൻഡ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ബെൽറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഫോൺ ഇതേപോലെ അറ്റാച്ച് ചെയ്യാം. ഫോൺ അറ്റാച്ച് ചെയ്തിട്ട് എൻ്റെ ഷോൾഡറിൽ ഞാൻ ഈ ഒരു ബെൽറ്റ് അറ്റാച്ച് ചെയ്യും. സോ എൻ്റെ ഫോൺ എപ്പോഴും ഇവിടെ ആയിട്ട് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആയിട്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ബെൽറ്റ് എനിക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ബെൽറ്റ് വാങ്ങിക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. ടിൽട്ട് ഏത് താഴത്തേക്ക് വേണോ പൊക്കത്തേക്ക് വേണോ എന്നുള്ള ടിൽട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഷോട്ട് എടുക്കുമ്പോൾ 2 കൈയും ഫ്രീ ആയിരിക്കും. ബൈക്ക് ഓടിക്കുന്ന വീഡിയോ അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് ഓഫ് വ്യൂ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഈ പറഞ്ഞ ബെൽറ്റ് നിങ്ങൾക്ക് നല്ല രീതിക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും വീഡിയോയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു പ്രോഡക്റ്റാണ് എയർ ടാഗ് എന്ന് പറയുന്നത്. ഈ ഒരു കുഞ്ഞ് ഡിവൈസ് കൊണ്ട് തന്നെ എൻ്റെ ട്രാവലിംഗ് കുറച്ചും കൂടി സെക്യൂർ ആക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു ആൻറ്റി തെഫ്റ്റ് ബാഗാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് തെഫ്റ്റ് പേടിക്കുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പേഴ്സ് അതേപോലെ ചെറിയ ചെറിയ എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും ഗാഡ്ജറ്റുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഈ ഇപ്പം എയർ ടാഗിൽ അറ്റാച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളിപ്പോൾ എയർപോർട്ടിൽ ലോബിയിൽ ഇരിക്കുകയാണ്, ജസ്റ്റ് ഒരു ചായ വാങ്ങിക്കണോ എന്തെങ്കിലും വേണ്ടി പോയി തിരിച്ചു വരുമ്പോൾ ആ ഒരു സാധനം എവിടെ വെച്ചെന്ന് കാണാനില്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഈ പറഞ്ഞ എയർ ടാഗ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ എയർ ടാഗ് നല്ല രീതിക്ക് പ്രിസൈസ് ആയിട്ടുള്ള ലൊക്കേഷനും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിക്കാനും ആൻഡ് ഫൈൻഡിങ്ങും കുറച്ചും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു പ്രോഡക്റ്റും ഈ പറഞ്ഞ ഫൈൻഡിങ് ട്രാക്കർ തന്നെയാണ്. പക്ഷേ ഇത് ആപ്പിളിൻ്റെ അല്ല, ജിയോ ടാഗാണ്. ഈ ഒരു ജിയോ ടാഗ് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് റേറ്റ് കുറഞ്ഞ് തന്നെയാണ് ജിയോ ടാഗ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. എയർ ടാഗിനെ സംബന്ധിച്ച്
സൗണ്ട് കുറവാണ്, പക്ഷെ ജിയോ ടാഗിൽ നല്ല ഹെവി സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ്, അതേ ബാഗ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ വാലറ്റ് അതിൻ്റെ ഉള്ളിൽ വെക്കണമെങ്കിൽ ഈ പറഞ്ഞ ജിയോ ടാഗ് സ്ലിം ആയതുകൊണ്ടും ഭയങ്കര സ്ലീക്ക് ആയതുകൊണ്ടും വാലറ്റിലൊക്കെ വെക്കാം. എവിടെയെങ്കിലും മിസ്സായി പോയിരുന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് 100 ഡെസിബിൾ എബോവ് വരെ ഈ പറഞ്ഞ പ്രൊഡക്റ്റിന് സൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കാരണം കൊണ്ടും ഞാൻ ഈ ഒരു ജിയോ ടാഗും എൻ്റെ ട്രാവലിങ്ങിൽ ഞാനൊരു ട്രാവൽ പാർട്ണറായിട്ട് വെച്ചിരുന്നു. അടുത്തൊരു പ്രോഡക്റ്റ് ആയിരുന്നു എൻ്റെ മ്യൂസിക് കമ്പാനിയൻ ആയിട്ടുള്ള ആപ്പിൾ എയർപോഡ്സ് 2nd ജനറേഷൻ എന്ന് പറയുന്നത്. ഇവൻ എനിക്ക് എപ്പോഴും എൻ്റെ സ്ട്രെസ് റിലീവായിട്ട് നിൽക്കാറുണ്ട്. എസ്പെഷ്യലി നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ, ഭയങ്കര സൗണ്ടായിരിക്കും. ഈ പറഞ്ഞ ക്രൗഡായ ഏരിയയിൽ നിന്ന് എന്നെ ഒരു സ്നാപ്പ് ഓഫ് എ സെക്കൻഡിൽ കാമാക്കുന്നതും അതോടൊപ്പം എനിക്ക് കുറച്ചും കൂടെ പോസിറ്റീവ് എനർജി തരുന്നതും മ്യൂസിക് തന്നെയാണ്. സോ ഈ പറഞ്ഞ മ്യൂസിക്കിന് എന്നെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തത് ഇവൻ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫും എയർപോഡ്സിനുണ്ട്. അതോടൊപ്പം സൗണ്ട് ക്വാളിറ്റിയും എക്സെപ്ഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എപ്പോഴും ഞാൻ എയർപോഡ്സ് യൂസ് ചെയ്യാറില്ല. കാരണം ഇയർപോഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ബാറ്ററി ചാർജ് ഒരു കാര്യം, നമ്മുടെ ഫോണിൻ്റെയും ഈ പറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ ബാറ്ററി ചാർജ് നല്ല രീതിക്ക് യൂസ് ചെയ്യും. അത് പിന്നെയും പോട്ടേന്ന് വെക്കാം. പക്ഷെ ചില കൂട്ടുകാർക്ക് ഈ പറഞ്ഞ തലവേദന എന്നീ പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം എത്ര എന്തൊക്കെ പറഞ്ഞാലും വയർലെസ്ലി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ചില ആൾക്കാർക്ക് ഈ ഫ്രീക്വൻസിയും ബാക്കി കാര്യങ്ങളും കുറേ നേരം കേൾക്കുമ്പോൾ ഈ പറഞ്ഞ ഹെഡേക്ക് വരും. അങ്ങനെ എനിക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞ ഇയർപോഡ്സ്, അതായത് വയറുള്ള ഇയർപോഡ്സും ഞാൻ ക്യാരി ചെയ്യാറുണ്ട്. മാക്ബുക്ക് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എയർപോഡ്സ് ഡിപ്പെൻഡ് ചെയ്യില്ല. ചില സമയത്ത് ഞാൻ ഇയർപോഡ്സ് യൂസ് ചെയ്യും. കാരണം വയറായതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഫ്രീക്വൻസി അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്ക് അതിൽ ബോധർ ചെയ്യേണ്ട. സൗണ്ട് ക്വാളിറ്റിയും ക്രിസ്പാണ്. അടുത്തൊരു പ്രൊഡക്റ്റാണ് എൻ്റെ ആപ്പിൾ വാച്ച് Series 7 എന്ന് പറയുന്നത്. ഇവനും എൻ്റെ ത്രൂ ഔട്ട് ജേർണി മാത്രമല്ല ത്രൂ ഔട്ട് ലൈഫിലും വലിയൊരു കമ്പാനിയൻ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ ട്രാവൽ ചെയ്യുമ്പോൾ എൻ്റെ ഹാർട്ട് റേറ്റ് അല്ലെങ്കിൽ എൻ്റെ ഈ പറയുന്ന എന്തെങ്കിലും ഞാൻ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ഞാൻ കാണാത്തതായിട്ട് എന്തെങ്കിലും ചേഞ്ച് എൻ്റെ ഹാർട്ട് ബീറ്റിനോ അല്ലെങ്കിൽ എൻ്റെ ബ്ലഡ് ഓക്സിജനോ എന്തെങ്കിലും വന്നാൽ അപ്പം എനിക്ക് മെസ്സേജ് വരും. ഇപ്പോൾ ഞാൻ ട്രാവലിങ്ങിൽ കുറച്ചധികം എന്താ പറയുക റഷായിട്ട് നടന്നു അല്ലെങ്കിൽ കുറേയധികം പെട്ടെന്ന് ഓടി, ബാഗ് പിടിച്ച് പെട്ടെന്ന് ഓടി എന്നൊക്കെ കരുതുക. അങ്ങനെ കരുതണമെങ്കിൽ എൻ്റെ ഹാർട്ട് റേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ എനിക്ക് മെസ്സേജ് വരും. ഇങ്ങനെ കൂടിയിട്ടുണ്ട്, ഇത്ര 10 മിനിറ്റായിട്ട് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഭയങ്കര കൂടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഫോൺ വിളിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് ഫൂട്ടേജ് കട്ട് ചെയ്ത് ചില സമയത്ത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ അപ്പം തന്നെ വാച്ചിലാണ് കോൾ എടുക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂറ്റി മാക്സിമം കളയാതെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ എനിക്ക് കോളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നേരം എൻ്റെ ക്യാമറ ഈ പറയുന്ന വാച്ചിൽ ഞാൻ കണക്ട് ചെയ്യും. കണ്ടിന്യൂറ്റി ക്യാമറ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോണിൻ്റെ ക്യാമറ വാച്ചിലേക്ക് കണക്ട് ചെയ്ത് എൻ്റെ ആംഗിൾ, എൻ്റെ ഫേസിൽ ഞാൻ വെച്ചിരിക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ക്യാമറയുടെ എല്ലാ പ്രപ്പോർഷനും കാര്യങ്ങളും ശരിയാണോ അല്ലയോ എന്ന് എനിക്ക് വാച്ച് നോക്കിയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനെയൊക്കെ കുറേയധികം ഹെൽപ്ഫുൾ ആയിരുന്നു എൻ്റെ ഈ പറഞ്ഞ ട്രാവലിങ്ങിൽ ആപ്പിൾ വാച്ച് Series 7 എന്ന് പറയുന്നത്. അടുത്തൊരു പ്രൊഡക്റ്റാണ് ആപ്പിൾ മാക്സേഫ് പവർ ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എപ്പോഴും നിങ്ങൾ ട്രാവലിങ്ങിന് പോകുമ്പോൾ യൂസ് ചെയ്യുക. ആപ്പിളിൻ്റെ ഈ പറഞ്ഞ മാക്സേഫ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഏത് പവർ ബാങ്ക് ആയാലും നിങ്ങൾ ഒന്ന് കയ്യിൽ കരുതുക. കാരണം പവർ ബാങ്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എമർജൻസി സിറ്റുവേഷനിൽ കറണ്ട് പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാർജറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ ഫോണിന് പവർ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പവർ ബാങ്ക് എന്ന് പറയുന്നത്. ഞാൻ ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ എനിക്ക് പവർ സപ്ലൈ ഉണ്ടായിരുന്നു. അതോടൊപ്പം പവർ കുത്താനുള്ള ആപ്പിൾ സ്റ്റോറിലായാലും പവറിന് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഔട്ട്പുട്ടും ഔട്ട്ലെറ്റും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പവർ ബാങ്ക് ചില സമയത്ത് എസ്പെഷ്യലി ലോങ് ജേർണി ആയിട്ടുള്ള കാറിൽ ഈ പറഞ്ഞ ഊബറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ പവർ ബാങ്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വാച്ച്, എയർപോഡ്സ് എന്നീ പറഞ്ഞ സാധനങ്ങളെല്ലാം ചാർജ് ചെയ്യാൻ പറ്റും. ഫോണിൽ പിന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചാർജ് നിൽക്കും. ഈ പറഞ്ഞ ഇയർപോഡ്സിലൊക്കെ അല്ലെങ്കിൽ എയർപോഡ്സിൽ കുറേ നേരം കേട്ട് കഴിയുമ്പോഴത്തേക്കും ചാർജ് കുറയും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പവർ ബാങ്കിനാണ് കുറച്ച് നല്ലത്. സോ എനിക്ക് ഈ പറഞ്ഞ ആപ്പിളിൻ്റെ മാക്സേഫ് പവർ ബാങ്ക് ഐഫോൺ ചാർജ് ചെയ്യാനായിട്ട് ചില സമയത്ത് നല്ല രീതിക്കുള്ള സപ്പോർട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പവർ ബാങ്ക് കാണിച്ചു, എന്നാൽ പിന്നെ പവർ ബ്രിക്ക് എന്തായാലും ഞാൻ കാണിക്കണം. ഇവനില്ലാതെ നമുക്ക് യാതൊരു ട്രാവലിങ്ങും ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു വ്യക്തി നമുക്ക് ഐഫോണും മാക്കും ഒരേപോലെ ചാർജ് ചെയ്യാം. ഇത് ഒരു 30 വാട്ടിൻ്റെ ആപ്പിൾ
പവർ ബ്രിക്ക് ആണ്. ഈ ഒരു പവർ ബ്രിക്ക് ഈ പറയുന്ന USB-C ആയതുകൊണ്ട് തന്നെ മാക്ബുക്ക്, ഐഫോൺ, പുതിയ ജനറേഷൻ എല്ലാ ഐഫോണും നമുക്ക് ചാർജ് ചെയ്യാം, ഐപാഡ് ഉണ്ടെങ്കിൽ ഐപാഡ് ചാർജ് ചെയ്യാം, പുതിയ എയർപോഡ്സ് ഉണ്ടെങ്കിൽ എയർപോഡ്സ് ചാർജ് ചെയ്യാം. കാരണം ഇതെല്ലാം USB-C ആണ്. ഈ പറഞ്ഞ അഡാപ്റ്ററും USB-C ആണ്. സോ ഒറ്റ പവർ അഡാപ്റ്ററിൽ എല്ലാ പ്രൊഡക്റ്റിലും നമുക്ക് യൂസ് ചെയ്യാം. 30 വാട്ട്സ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡീസൻ്റായ ഫാസ്റ്റ് ആയിട്ടുള്ള ചാർജിങ് തന്നെയാണ് ലഭിക്കുന്നത്. അടുത്തത് ഈ പറയുന്ന 2 മീറ്റേഴ്സിൻ്റെ ആപ്പിളിൻ്റെ തന്നെ മാക്ബുക്കിൻ്റെ C2C കേബിൾ. ഈ പറഞ്ഞ C2C കേബിൾ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രൊഡക്റ്റുകളും എന്താണ് C ടൈപ്പിലേക്ക് മാറി. സോ ഈ ഒരു കേബിളുണ്ട് മാക്ബുക്ക്, ഐഫോൺ എന്നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റി. സോ ആ ഒരു ചാർജിങ് സൊല്യൂഷൻ എനിക്ക് ഈ പറഞ്ഞ 30 വാട്ട്സിൻ്റെ പവർ അഡാപ്റ്ററും C2Cൻ്റെ 2 മീറ്ററിൻ്റെ മാക്കിൻ്റെ തന്നെ ഒരു കേബിളുമാണ് ഞാൻ യൂസ് ചെയ്തത്. ഇനി അടുത്തൊരു മേജർ പ്രൊഡക്റ്റ് ആയിരുന്നു iPhone 11 എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു എൻ്റെ POV ബെൽറ്റിൽ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചത്. കുറേയധികം ഷോട്ടുകൾ എനിക്ക് എടുത്തു തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതും ഇവൻ തന്നെയാണ്. ഒരു മടിയും കൂടാതെ ഒരു ലാഗും ഇല്ലാതെ എനിക്ക് എല്ലാ ഷോട്ടിലും 4K ഷൂട്ട് ചെയ്തതും ഈ ഒരു പൊന്നുമുത്ത് തന്നെയാണ്. സോ iPhone 11 128GB പ്രൊഡക്റ്റ് ഡിവൈസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അടുത്തൊരു പ്രൊഡക്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന iPhone 16 ആണ്. ഇവനും എൻ്റെ കയ്യിൽ കുറേയധികം നേരം വീഡിയോ ഷൂട്ട് ചെയ്യാനും ഫോട്ടോ ഷൂട്ട് ചെയ്യാനും മാത്രമായിട്ട് വർക്ക് ചെയ്തു. ഞാൻ ഈ പറഞ്ഞ 2 ക്യാമറയും അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 ഫോണും ഉപയോഗിച്ച് മാത്രമാണ് കംപ്ലീറ്റ് ജേർണിയും ത്രൂ ഔട്ട് ഞാൻ ഷൂട്ട് ചെയ്തിരുന്നത്. 2 ഡിവൈസിലും 4Kയിലാണ് ഞാൻ ഈ പറഞ്ഞ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിരുന്നത്. സോ ഫൂട്ടേജിന് സൈസ് ഉണ്ടെങ്കിലും എനിക്ക് നല്ല രീതിയിലുള്ള വീഡിയോ ക്വാളിറ്റിയും അതോടൊപ്പം പിക്ചർ ക്വാളിറ്റിയും എനിക്ക് 2 ഡിവൈസിനും കിട്ടിയിട്ടുണ്ട്. സോ iPhone 16 എൻ്റെ വീഡിയോ കമ്പാനിയൻ തന്നെയായിരുന്നു. അടുത്തൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ട്രാവൽ വീഡിയോയിൽ ത്രൂ ഔട്ട് എൻ്റെ സൗണ്ടിനെ സപ്പോർട്ട് ചെയ്യുകയും എൻഹാൻസ് ചെയ്തുമായിട്ടുള്ള മൈക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഹോളി ലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റാണ്. അതിന് ഫുൾ ക്രെഡിറ്റും ഞാൻ കൊടുക്കുക. ഈ പറയുന്ന ഡിവൈസ് എക്സെപ്ഷണൽ സൗണ്ട് ക്വാളിറ്റിയും അതോടൊപ്പം വിൻഡ് റെസിസ്റ്റൻസും തരുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് 2 മൈക്കും ഒരു ക്യാമറ അഡാപ്റ്ററും ആൻഡ് iPhone ലൈറ്റ്നിങ്ങും iPhone C ടൈപ്പിലും കൂട്ടാനുള്ള 2 അഡാപ്റ്ററും ചാർജിങ് കേബിൾ, ഈ പറയുന്ന 3.5mm ജാക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓഡിയോ ഔട്ട്പുട്ട്, അങ്ങനെ കുറേയധികം സിസ്റ്റം ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തരുന്നുണ്ട്. 10 to 15K ആണ് എൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ ഒരു ട്രാവൽ വ്ളോഗറോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ വീഡിയോ നന്നായിട്ട് ഷൂട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വേർത്തിട്ടാണ്. ബിക്കോസ് ഈ പറയുന്ന സൗണ്ട് എൻഹാൻസ്മെൻറ്റും വിൻഡിൻ്റെ ഈ പറയുന്ന കാര്യങ്ങൾ കുറയ്ക്കാനാണെങ്കിലും കുറേയധികം ഓപ്ഷൻസ് ഈ ഒരു പ്രൊഡക്റ്റിൽ വരുന്നുണ്ട്. ഞാൻ 2 ഡിവൈസിലും ഒരേ സമയം ഓഡിയോ ഷൂട്ട് ചെയ്യുകയും വീഡിയോ ഷൂട്ട് ചെയ്യുകയും എനിക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റിയും ക്രിസ്പായിട്ടുള്ള സൗണ്ട് ഡെലിവറി ചെയ്യാൻ പറ്റിയതും ഈ ഒരു ഓഡിയോ സിസ്റ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞ മൈക്ക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള M1 MacBook Air എന്ന് പറയുന്നത്. ഇവൻ മുത്താണ്. മറ്റേ ട്രോളി പറഞ്ഞ പോലെ നീ സൂപ്പറാടാ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവൻ എനിക്ക്. കാരണം ഇതിൻ്റെ പേര് ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ M1 MacBook Air വെയ്റ്റ്ലെസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജേർണിയിൽ കുറേ അത് എനിക്ക് നടക്കേണ്ട വന്നു. ബാക്ക് ഏക്കോ അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ സ്ട്രെസ്സോ ബാക്കിൽ വലിയ സ്ട്രെസ്സോ തരാത്തത് ഇവൻ തന്നെയാണ്. കാരണം ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റും ഞാൻ ക്യാരി ചെയ്തത് ആ ഒരു 30 ലിറ്ററിൻ്റെ ബാഗിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഇവൻ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പ്രൊഡക്റ്റിന് വെയിറ്റ് കുറവായതുകൊണ്ട് താരതമ്യേന ബാക്കി എല്ലാ മാക്ബുക്കിനും അല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന M3 MacBook Proനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല കനമുണ്ട്. അതൊക്കെ വെച്ച് ഇത് നോക്കുമ്പോൾ നല്ല വെയിറ്റ് കുറവാണ്. സോ മാക്ബുക്കിൻ്റെ വെയിറ്റ് കുറവ് എനിക്ക് വലിയൊരു ഫാക്ടർ തന്നെയായിരുന്നു. അതോടൊപ്പം ഐഫോണിൽ ഫൂട്ടേജ് ഷൂട്ട് ചെയ്യും, മാക്കിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്യും. എനിക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു ടൈമിൽ ഇപ്പോൾ ട്രാവലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കഴിക്കാനിരിക്കട്ടെ എനിക്ക് ഈ പറഞ്ഞ എയർ ഡ്രോപ്പ് യൂസ് ചെയ്ത് ഞാൻ അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യും, സ്പോട്ടിൽ ഞാൻ എഡിറ്റ് ചെയ്യും, എൻ്റെ വർക്ക് ഞാനത് കുറക്കും. സോ ആപ്പിൾ എക്കോ സിസ്റ്റം ഇതിൽ എന്നെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തത്. സോ മാക്ബുക്കും എൻ്റെ കൂടെ ഉണ്ടായ ഈ ഒരു ട്രാവലിങ്ങിലെ ഏറ്റവും വലിയൊരു കമ്പാരിസൺ തന്നെയായിരുന്നു. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതേപോലെ യൂസ്ഫുൾ ആണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത് ചെക്കൗട്ട് ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തായാലും ചെക്കൗട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കുക. നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റീവായുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞെന്നാണ് വിശ്വസിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലർ ആയിട്ടുള്ള ആപ്പിൾ അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് എബിൻ സേവിയർ, സൈൻ ഫ്രം എവിക്ക.